വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. നമ്മളിന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടല്ലോ. കാരണം ഇപ്പം ഉച്ച സമയമായി. ഞാൻ രാവിലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച മറന്നുപോയി. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ ഒരാളിരുന്ന് ചായ കുടിക്കുന്നതേ ഉള്ളൂ. എന്തേട്ടാ ലേറ്റായിട്ടാണ് എണീറ്റത്. കല്യാണത്തിന് പോകാൻ റെഡി ആയിരിക്കുന്നവരാണ് ഇവരൊക്കെ. അമ്മയ്ക്ക് ഞാൻ സാരി പിടിച്ചു കൊടുക്കും. നമ്മുടെ അടുത്തൊരു കല്യാണമുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല, വിളിക്കാത്തതിനടുത്ത് ഞാൻ പോകാത്തതുകൊണ്ട് കൊച്ചിനെ കൊണ്ടാണ് ഇവർ കല്യാണത്തിന് പോണത്. നിങ്ങളൊക്കെ പോയിട്ട് വരി. അപ്പോൾ എന്താണ് ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കായ്സ് വസുദേവ് ഇങ്ങോട്ട് നോക്കിയേ. എവിടെ പോവാ? ഇങ്ങോട്ട് നോക്ക്. എവിടെ പോണേ? അവരെ മൂന്നുപേരെയും കല്യാണത്തിന് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടുന്ന് ചില്ലായിട്ടോ. കുറച്ച് നേരം ടി വി കണ്ടു, കഥ പറഞ്ഞു, അങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെ അവർ ഒരു മണിക്കൂർ 1-2 മണിക്കൂറിനകത്ത് അവരെങ്ങ് തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന്. ഞാനിങ്ങനെ വരുന്ന ദിവസങ്ങളാണ് ഇതുപോലെ എല്ലാം എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യാറ്. കാരണം അച്ഛനും അമ്മയും കൊണ്ടൊന്നും പറ്റൂല. അപ്പോൾ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് ഉദ്ദേശം, ക്ലീനിങ് ആണോ? ഞാൻ പറഞ്ഞു അതെ, തീർച്ചയായും. കാരണം അമ്മയ്ക്കറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ മാതിരി പണികൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടാറുണ്ട്. അടുക്കളയിൽ പണിക്ക് കയറും, വല്ലതൊക്കെ അരിഞ്ഞ് പെറുക്കി കൊടുക്കുകയും. മോസ്റ്റ്ലി അങ്ങനെ കയറാറില്ല. കയറുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ചെയ്തിട്ട്. കാരണം ഇവിടെ ഞാൻ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന കഴിക്കാനാണ് എനിക്ക് ഭയങ്കര കൊതി. അപ്പോൾ ഞാൻ ആ പരിസരത്ത് പോരല്ല, അമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ വന്ന് നമ്മൾ ക്ലീനൊക്കെ ചെയ്യുന്നത്. കാരണം വീടെപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നും ഒരേപോലെ കിടക്കുമ്പോൾ നമ്മുടെ ഈ ഫർണിച്ചർ സാധനങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് വീട്ടിനൊരു പുതുമ തോന്നുന്നത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഇവിടെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഒപ്പിക്കാറുണ്ട്. അപ്പം ഏട്ടൻ്റെ ഐഡിയ ആയിരുന്നു, ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ട് നോക്കാം, കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടക്കല്ലേ എന്ന്. അപ്പോൾ ആൾക്ക് ഇങ്ങോട്ടേക്ക് വരാനും സ്ഥലം ഉണ്ടാവും. അങ്ങനെ വസുദേ അവരെ കറക്കിയിട്ട് എന്തോ ജ്യൂസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതൊക്കെ വസുവിന് കൊടുക്കൂല. അപ്പം ഇവരാണെങ്കിൽ അമ്മൂമ്മ അപ്പൂപ്പനാണെങ്കിൽ അമ്മ പറയണ സംഗതികളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. നമ്മളെല്ലാം വസുവിൻ്റെ ഇത് നിർത്തി വെച്ചിരിക്കുകയാണ് ഈ മാതിരി ഐറ്റംസ്. അപ്പോൾ വസു എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഞാൻ വാങ്ങിച്ച്. അപ്പം ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറൊന്നും അല്ലല്ലോ, അതല്ലല്ലോ ഇതല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് പിന്നെ മറ്റേത് അമ്മയുടെ തയ്യൽ മെഷീൻ ഹോളാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് തയ്ക്കാൻ പാകത്തിന് ഈസി ആയിട്ട് കയറാനും നീങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ട് അപ്പോൾ ചെയർ ഇപ്പുറത്തിടാം. അതാകുമ്പോൾ ഡൈനിങ് ടേബിളിൽ ചെയർ വാകും, അമ്മയ്ക്കിരുന്ന് തയ്ക്കാനും പറ്റും. കഴിക്കേണ്ടപ്പോൾ തിരിച്ചിടാം, തയ്ക്കേണ്ടപ്പോൾ ഇപ്പുറത്തേക്ക് തിരിച്ചിടാം. അപ്പം നമുക്ക് 2 in 1 പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആദ്യം ഈ കസേരയാണ് കേട്ടോ എടുത്തിട്ടത്. പിന്നെ നമ്മൾ മാറ്റിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ കസേര തന്നെ എടുത്തിട്ട് അപ്പോൾ അമ്മ ഇങ്ങനെ ബ്ലൗസുകളൊക്കെ ഇതിട്ട് നോക്ക് പാകമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് നോക്കി പാകമല്ലാത്തതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ള എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോഴെല്ലാം കൂടുതലും കോവിലൊക്കെ പോകാൻ വേണ്ടി സാരി കൊടുക്കാറ്. അതിനെടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോന്നു. അങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വല്യമ്മ വന്നിട്ടുണ്ട്. ചോറ് കഴിക്കാൻ വന്നതാണ് കേട്ടോ ബ്രേക്ക് ടൈമിൽ. അപ്പോൾ നമ്മളെപ്പോഴും പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വല്യമ്മ പിന്നീട് പോയി. വീണ്ടും നമ്മൾ അടുത്ത വീടൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത തുണി മടക്കൽ മഹാമകത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം അമ്മ എൻ്റെ കുറേ തുണി തണച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മടക്കിയെങ്കിലും ഞാൻ കൊടുക്കണ്ടേ, അതല്ലേ ഒരു മര്യാദ. അപ്പോൾ അമ്മയുടെ തുണി എൻ്റെ തുണിയും കൂടെ ഞാൻ മടക്കി അമ്മയുടേത് മാറ്റി വയ്ക്കുകയാണ്. എനിക്ക് കൊണ്ടുപോകാൻ പാകത്തിനും അമ്മയുടേത് അല്ലാണ്ട് അമ്മയ്ക്ക് സെപ്പറേറ്റ് വെച്ച് കൊടുത്തു. അങ്ങനെ തുണി മടക്കൽ മഹാമഹവും കഴിഞ്ഞിരിക്കുന്നു. എല്ലാം വീട് വൃത്തിയാകും. എന്താ അല്ലേ ഒരു മനസ്സന്തോഷം. പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ സെറ്റിക് കവർ വിരിക്കുക. സെറ്റിക് കവർ അങ്ങനെ നല്ല പറയാറ്. അതെ, നമ്മൾ സെറ്റിക് കവർ എന്നാണ് പറയാറ്. നിങ്ങളെന്താണ് പറയാറ്? അപ്പോൾ സാധാരണ നമ്മൾ വരുമ്പോൾ ഈ വെള്ള ഷീറ്റ് വിരിക്കാറില്ല. കാരണം വസുവിന് ഭയങ്കര അലർജിയാണ് ഈ കാണുന്ന തുണികൾ. വസു ഇരിക്കുകയാണെങ്കിലും ഇപ്പം ബെഡിൽ കിടക്കുകയാണെങ്കിലും ബെഡ്ഷീറ്റിനെ മാറ്റി ഇങ്ങനെ കാലുകൊണ്ട് തോണ്ടി അത് എപ്പോഴും കിടന്നാലും അങ്ങനെ തന്നെയാണ്. തോണ്ടി മാറ്റിയിട്ടാണ് ഈ കൊച്ച് എപ്പോഴും ഇങ്ങനെ കിടക്കാറ്. അപ്പം അമ്മേൻ്റെ അടുത്ത് 100 പ്രാവശ്യം ഇരിക്കണോ. ഞാൻ പറഞ്ഞാൽ എന്തായാലും നമ്മളിന്ന് പോകുമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നതങ്ങ് ഇരിച്ചു.
ഇനി അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഭാഗം ഞങ്ങൾ കുറഞ്ഞ് ഞങ്ങൾ കാരണം ഇവിടെ എല്ലാം ഒതുക്കി വൃത്തിയാക്കി നിങ്ങളിങ്ങനെ പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ വരണം കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് ഒരുപാട് നന്ദി കടപ്പാടും. അങ്ങനെ അച്ഛൻ്റെ നന്ദി പ്രകടനത്തിന് ശേഷം നമ്മളെല്ലാവരും പിന്നെ വൃത്തിയാക്കിയതിൻ്റെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് കേട്ടോ. വൃത്തിയാക്കിയിട്ട് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പുകഴ്ത്തുന്ന സീനാണ്. കൊള്ളാം, ഇപ്പോൾ ഇരിക്കാനൊരു സമാധാനം ഉണ്ടല്ലേ, അതുണ്ടല്ലേ ഇതുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഡൈനിങ് ടേബിൾ അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ ഒരു വലിയൊരു ആശ്വാസം. കാരണം ഇവിടെ ആരെങ്കിലും വന്നിട്ട് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു മടിയാവില്ല. ആരെങ്കിലും ഇരിക്കുമ്പോൾ ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ നമ്മളെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡൈനിങ് ടേബിളിനെ ബാക്കിലേക്ക് മാറ്റിയത്. അപ്പോൾ ആരെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വാസു റൂമിൽ എന്തോ കുണ്ടണി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അനക്കമൊന്നുമില്ല, പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ വാസുവിനെ പോയി എടുത്തിട്ടല്ല അവിടെ വന്ന് ഞാൻ പറഞ്ഞു, അവിടെ നമ്മുടെ കൂടെ വന്നിരിക്കും, ഇവിടെയിരുന്ന് കുണ്ടണിയൊന്നും കാണിക്കല്ലേന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് അമ്മ ഒരു ജ്യൂസ് ഉണ്ടാക്കി. എന്താണ്? വാട്ടർമെലൺ ജ്യൂസ്. വസുവിന് വാട്ടർമെലൺ ജ്യൂസ് തായോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസും കുടിച്ച് നമ്മളെല്ലാവരും കൂടെ ചില്ലായിട്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂട്, സഹിക്കാൻ പറ്റില്ല ചൂട്. നമ്മുടെ ട്രിവാൻഡ്രത്തെക്കാട്ടിലും ചൂടാണ് ആലപ്പുഴയിലേക്ക്. എന്നാൽ കടലിൻ്റെ കുറച്ചുകൂടെ നിയർബൈ ആയതുകൊണ്ട് നല്ല ചൂട്, നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കറണ്ടൊക്കെ പോയാൽ പിന്നെ സ്വർഗം കാണും, സ്വർഗം. അതിനുശേഷമാണ് നമ്മൾ ചോറ് കഴിക്കാനിരുന്നത് കേട്ടോ. ചോറിന് എന്താ അമ്മയുടെ പൈനാപ്പിൾ പുളിശ്ശേരിയും കക്ക ഫ്രൈയും മീൻ കറിയും അവിയൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും കക്ക. ഇവിടെ കിട്ടൂല, അപ്പം അവിടെ ചെന്നാലേ ഇതുപോലുള്ള സംഗതികളൊക്കെ കിട്ടുള്ളൂ. സോ നല്ല മനസ്സറിഞ്ഞ് ഞാൻ എൻ്റെ കക്ക മാത്രം ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും. പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ഇഷ്ടത ഉള്ളത് കൊണ്ടാണ് അത് കഴിക്കാതിരുന്നത്. പിന്നെ വസു കല്യാണത്തിന് പോയപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഞാൻ കഴിക്കാതിരുന്നപ്പോൾ വസുവിന് ഞാൻ കുറച്ച് ചോറുകൂടെ 2-3 ഉരുള ചോറുകൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ മടിയാണ്, എന്തൊക്കെ എക്സ്ക്യൂസ് പറയാം അത്രയും എക്സ്ക്യൂസ് പറഞ്ഞ് ഓടാനാണ് അവൻ നോക്കുന്നത്. പിന്നെ വഴക്ക് പറഞ്ഞ് പിടിച്ചിരുത്തിയതുകൊണ്ടാണ് ഇച്ചിരിയെങ്കിലും കഴിക്കുന്നത്. ചവയ്ക്കില്ല, വിഴിഞ്ഞാണ് വിടുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴുണ്ട് ചായ കുടിക്കാൻ സമയമായി. അതിനകത്ത് ഫുൾ തീറ്റയാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ മറന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനിരുന്നത് എന്താ, ചായയും സമൂസയും. രാവിലെ അച്ഛന് ഇവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു, മീൻസ് അയൽക്കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് മേടിച്ച സമൂസ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ നമുക്കായിട്ട് വേറെ കടിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇരിക്കുന്നതും എന്താണുള്ളതും അത് കഴിക്കാം. ആ സമൂസ വരുന്നതിനൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. എവിടെ പോലെ നമ്മളിത് മുടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു വിളക്ക് കത്തിക്കണമെന്ന് വെച്ചപ്പം അമ്മ പറഞ്ഞു ഇന്ന് നീ കത്തിച്ചോളൂ. ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് ഞാൻ കത്തിക്കും. പിന്നെ ഞാനും അമ്മയും കൂടെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലി. എൻ്റെ പുതിയ സഹസ്രനാമത്തിൻ്റെ പുസ്തകമാണ് കേട്ടോ ഇത് നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയപ്പോൾ മേടിച്ചാണ് ടേ ബുക്ക്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നാമമൊക്കെ ചൊല്ലി. പിന്നെ നമ്മൾ വൈകുന്നേരം ഇപ്പോൾ പുറത്ത് വന്നു, ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടല്ല, ATM ശരിയാക്കണുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ജ്യൂസും കൂടെ കുടിച്ചിട്ട് വരാം, എന്തായാലും ഇനി അടുത്തൊന്നും വരവുണ്ടാവില്ല എന്നാണ് തോന്നണം. അപ്പം എല്ലാവരും കൂടെ അത് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ATMൽ വന്നു. ATM കാർഡ് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ATMൽ എന്തോ പുതിയ കാർഡ് വന്നു, അതിന് നമ്മൾ ശരിയാക്കി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ മെറീനോയിൽ വന്നിട്ട് ഒരു ലൈനിങ് തുണി എന്തോ വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങി. ജ്യൂസ് കുടിക്കാൻ വന്നവരെല്ലാം നാരങ്ങകളാണ് കുടിക്കുന്നത് കേട്ടോ. ഏട്ടൻ മാത്രം ജ്യൂസ് കുടിച്ചു. എനിക്ക് സോഡാ സർബത്താണ് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ്. അങ്ങനെ വസുവിന് സർബത്ത് വേണമെന്നാണ് വസു പറയണത്. ഈ സർബത്തല്ല, മറ്റേ ബൂസ്റ്റ് ഇട്ട സർബത്താണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വാങ്ങിച്ചു തരാൻ പറ്റില്ല, ഇത് തണുപ്പില്ലാത്ത നാരങ്ങ വെള്ളം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പറ്റൂല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ മാത്രം എന്തോ ഡേറ്റ്സോ അവക്കാഡോ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി, കുറേ ദിവസമായിക്കൊണ്ട്. അങ്ങനെ നമ്മളതാ കല്യാണ ബിരിയാണി വാങ്ങാൻ വേണ്ടി പുലയും വഴിയിൽ വന്നു കേട്ടോ. എൻ്റെ നിർഭാഗ്യവശാൽ അവിടെ പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാനാണ്, സാധാരണ ഈ സമയത്ത് എന്നും ഉണ്ടാകും, കാരണം സൺഡേ വൈകിട്ട് ആണ് അവിടെ എപ്പോഴും കൊണ്ടുവന്ന് വയ്ക്കാറ്. എന്തോ ഇന്ന് കിട്ടിയില്ല. ആ നിരാശയിലാണ് ഞാൻ ഈ നടന്നു വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മളെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. ഇനി എപ്പോഴാ എന്തോ അറിയില്ല. അപ്പോൾ തിരിച്ചു പോക്ക് ഒരു വിഷമം പിടിച്ച പരിപാടിയാണ്. എന്തായാലും തിരിച്ചു പോയാലേ പറ്റുള്ളൂ, നമുക്കിവിടെ നിന്നൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ.
അങ്ങനെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ സന്തോഷമുള്ളൂ, അങ്ങോട്ട് പോകുമ്പം ഈ വക സന്തോഷമൊന്നുമില്ല. അപ്പോൾ വസുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിൽ പോവാണ്. കുറച്ച് വിഷമമുണ്ട്, എനിക്കുണ്ട്. വസുവിന് വിഷമമുണ്ടോ? കരയുന്നേ ഉള്ളൂ, വിഷമമില്ല. ഏട്ടന് വിഷമമുണ്ടോ? ഏട്ടന് വിഷമമുണ്ടോ? പക്ഷെ ബിരിയാണി നമ്മൾ നേരത്തെ പോയപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പോകാൻ നേരത്തെ വന്നപ്പോൾ അവിടെ കല്യാണ ബിരിയാണി ഇങ്ങനെ ചൂടാണ് കൊണ്ടുവന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അമ്മ ചോറൊക്കെ തന്നിട്ട് കഴിക്കാം. ഇവിടെ അതും ഇതും എല്ലാം കൂടെ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. അപ്പം നമ്മുടെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക. പോകുന്ന വഴിക്ക് ഒന്നുമില്ല അല്ലേ ഏട്ടാ? ചിലപ്പോൾ ഉറക്കം വന്നാൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങും. ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ചായ കുടിക്കും, അത്ര തന്നെ, അല്ലാണ്ട് പറഞ്ഞില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.